പ്രിയപ്പെട്ട ദേവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ മുടങ്ങാതെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണൂരെ ജോർജ് ചായൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശാരീരികമായ പ്രയാസത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. താന് ആശുപത്രിയിൽ കിടന്നുകൊണ്ടും മീറ്റിങ്ങിന് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. തോമസ് എബ്രഹാം പാസ്റ്റർക്ക് വേണ്ടിയും കണ്ണൂരെ ജോർജ് ചായന് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഇന്ന് ജോർജ് ചായൻ ആശുപത്രിയിലല്ല, വീട്ടിലാണെന്ന് തോന്നുന്നു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇങ്ങനെ പരസ്പരം കാണാനും പ്രാർത്ഥിക്കാനും അന്യോന്യം ധൈര്യപ്പെടുത്താനും ഒക്കെ കിട്ടുന്ന അവസരവും വിലപ്പെട്ടതാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവവചന ധ്യാനത്തിന്റെ വേദഭാഗം നിലനിൽക്കുന്നത് എബ്രായർ 12:14 നമുക്ക് അവിടേക്ക് വീണ്ടും മടങ്ങി വരാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആമേൻ. നമ്മുടെ ക്ലാസ്സിൽ സജീവമായിരിക്കുന്ന നമ്മുടെ അലക്സ് പാസ്റ്ററുടെ മാതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. നമ്മുടെ സഹോദരങ്ങളിൽ ചിലര് അവിടെ പോകാനിടയായി. തിരുവല്ലയിലായിരുന്നു ശുശ്രൂഷ, കുമ്പനാട്ടായിരുന്നു. ഞാൻ അതിൻ്റെ 2 ദിവസം മുമ്പ് ഭവനത്തിൽ പോയി കാണാൻ ഇടയായി. ഇങ്ങനെ ഈ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്ന കൂട്ടായ്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വചനത്തിലേക്ക് തിരിയാം. ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യത, ശുദ്ധീകരണത്തിന്റെ മാനദണ്ഡം, ശുദ്ധീകരണത്തിന്റെ മാർഗങ്ങൾ, ഇങ്ങനെ 3 പ്രധാന തലക്കെട്ടുകളാണ് ഈ വിഷയത്തിലൂടെ നാം ധ്യാനിച്ചത്. മാർഗങ്ങളിൽ ഒന്നാമത്തേത് ദൈവവചനം, രണ്ടാമത്തേത് യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ യാഗം, മൂന്നാമത്തേത് ഏറ്റുപറച്ചിൽ, നാലാമത്തേത് പ്രാർത്ഥന, അഞ്ചാമത്തേത് നിരപ്പ്. അപ്പം 5-ാമത്തെ കാര്യത്തിലേക്ക് ഇന്നൊന്ന് ശ്രദ്ധിക്കാം. അതാണ് 14-ാം വാക്യം, എബ്രായർ 12:14. എല്ലാവരും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എന്റെ ശുദ്ധീകരണം ഞാനും ദൈവവും മാത്രം. എന്റെ ശുദ്ധീകരണം ഞാനും ദൈവവുമായിട്ടുള്ള ഇടപാടാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയാണെങ്കിലും പൂർണ്ണമായും ശരിയല്ല. എന്റെ ഷർട്ടയിൽ ഒരു കറ പറ്റിയാൽ ഞാൻ അല്പം സോപ്പ് ഉപയോഗിച്ചത് കഴുകിയാൽ പോകും. എന്നാൽ
ഞാനും എൻ്റെ സഹോദരനുമായിട്ടുണ്ടായ ഒരു മൽപ്പിടുത്തത്തിൽ ആണ് എൻ്റെ ഷർട്ടിൽ കറയോ ചുളുക്കമോ പറ്റിയതെങ്കിൽ ആ ചുളുക്കം, ആ കറ മാറിയാലും ആ പക മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശുദ്ധീകരണത്തിന് മറ്റുള്ളവരുടെയും കൂടെ സഹകരണം ആവശ്യമാണ്. ഇതാണ് അഞ്ചാമത്തെ ചിന്താവിഷയം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു ശുദ്ധീകരണ മേഖലയുണ്ട്. അതിൽ ഫാമിലി ഒരു ഭാഗമാണ്, ചർച്ച് ഒരു ഭാഗമാണ്, സമൂഹം ഒരു ഭാഗമാണ്. സമൂഹം എന്നതിനകത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനം, യാത്ര ചെയ്യുന്ന റോഡുകൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ട്രെയിന്, ബസ്, പ്ലെയിന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേൽ ജീവനക്കാരും കീഴ് ജീവനക്കാരും സഹ ജീവനക്കാരും, ഇങ്ങനെ മനുഷ്യരോട് ബന്ധപ്പെടാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഈ മനുഷ്യരുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, ഉണ്ടാകുന്ന അകൽച്ചകൾ, ഉണ്ടാകുന്ന മുറിവുകൾ, പോരായ്മകൾ, ഇവയെ കണ്ടെത്തി കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണം പ്രാപിക്കേണ്ടതാകുന്നു. അപ്പോ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ശുദ്ധീകരണം, എല്ലാവരോടും എന്ന വാക്ക് വിശ്വാസികൾ മാത്രമല്ല സൂചിപ്പിക്കപ്പെടുന്നതെന്ന് വ്യക്തമായല്ലോ. എല്ലാവരും. അപ്പോ എത്രയോ ടൈപ്പ് മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. പീപ്പിൾ ആർ ഡിഫറെന്റ്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ നാം അസ്വസ്ഥരാകാറില്ലേ? നമ്മുടെ ഉള്ളിൽ ചതവ് സംഭവിക്കാറില്ലേ? ഉള്ളിൽ പിണക്കം ഉണ്ടാകാറില്ലേ? ഈർഷ്യ ഉണ്ടാവാറില്ലേ? ചില സമയത്ത് വല്ലാത്ത ദേഷ്യം ഉണ്ടാകാറില്ലേ? ചില സമയത്ത് മറ്റുള്ളവരോട് വെറുപ്പ്, അവരെ നമുക്ക് അങ്ങോട്ട് ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാതെ വരുന്നില്ലേ? ഇതിനകത്തൂടെ നമ്മുടെ ആത്മാവിൽ അശുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയും കൂടെ നാം പരിഗണിച്ച് ശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം എന്റെ ഓർമ്മയിൽ വരുന്നു. അതിന്റെ 21 മുതൽ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ നമുക്കൊന്ന് ധ്യാനിക്കാം. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും.
മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോ സഹോദരന്മാരുമായിട്ട് മറ്റുള്ള മനുഷ്യരുമായിട്ടൊക്കെയുള്ള ബന്ധം നമ്മുടെ ശുദ്ധീകരണത്തിന് ഒരു ഒരു ഭാഗമാണ്. മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് ബാധകമാണ്. ഒറ്റയ്ക്ക് ജീവിച്ച് സ്വർഗത്തിൽ പോകാമെന്ന ധാരണ തെറ്റാണ്. മറ്റുള്ളവരെയും കൂടെ പരിഗണിച്ചിട്ട് മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. നമ്മള് പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും 10 കൽപ്പനകൾ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ആദ്യം പറഞ്ഞു വരുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അപ്പൊ അവിടെ ദൈവവും മനുഷ്യനും മാത്രമുള്ള ഒരു ലോകമാണ്. അത് ക്ലിയർ ചെയ്യുക ആദ്യം. നീ ദൈവവുമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞാൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക. ഇങ്ങനെ പ്രമാണങ്ങൾ പറഞ്ഞു വന്നിട്ട് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല ചെയ്ത് തീർക്കുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. ഇങ്ങനെ പ്രമാണങ്ങൾ പറഞ്ഞു വന്നിട്ട് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ നിനക്ക് നന്നായിരിക്കാനും നിന്റെ യഹോവ നിന്നോട് കൽപ്പിച്ച പോലെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും. അപ്പോ കുടുംബത്തിനകത്തുള്ള ലഭിക്കുന്ന നന്മയും അല്ലെങ്കിൽ ശുദ്ധീകരണവും പ്രധാനമാണ്. അപ്പൊ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പനോടും അമ്മയോടും ശകാരിക്കുകയോ ബഹുമാനക്കുറവ് കാണിക്കുകയോ അപമാനിക്കുകയോ അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഫാമിലി റിലേഷനിലെ ഭക്തി, വിശുദ്ധി. അപ്പൊ ആദ്യം ദൈവവും നീയും മാത്രമുള്ള ബന്ധത്തിലെ വിശുദ്ധി. അവിടുന്ന് താഴോട്ട് വന്നിട്ട് ദൈവിക ദിവസങ്ങൾ, ആരാധനാ ബന്ധത്തിലുള്ള വിശുദ്ധി. അവിടുന്ന് താഴോട്ട് വന്നിട്ട് പേരൻസുമായിട്ടുള്ള വിഷയം, ഫാമിലിക്കകത്തെ വിശുദ്ധീകരണം. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാട്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. ഇത്രയും സാധനം പബ്ലിക് റിലേഷനാ, PRO, പബ്ലിക് റിലേഷനാ. കൊല ചെയ്തെന്ന് പറഞ്ഞാൽ കൊതുകിനെ കൊല്ലുന്ന കാര്യമല്ല.
എല്ലാവരുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ പ്രമാണം ഇരിക്കുന്നത്. ആ കൊല എന്നത് മത്തായി സുവിശേഷത്തിൽ വന്നപ്പോൾ സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകൻ. അപ്പം പബ്ലിക് റിലേഷൻ വളരെ ശ്രദ്ധിച്ചാണ് വേദപുസ്തകം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ വ്യഭിചാരം ചെയ്യരുത്, അതും കർത്താവ് വിശദീകരിക്കുമ്പോൾ അതിനു ആ ഒരു അർത്ഥത്തിൽ നോക്കുന്നതും ചിന്തിക്കുന്നതും ഭാവന കാണുന്നതുമൊക്കെ പാപമായിട്ട് കണക്കാക്കുന്നു. അടുത്തത്, മോഷ്ടിക്കരുത്. മറ്റൊരാളുടെ ധനമോ വസ്തുക്കളോ അദ്ദേഹത്തിന്റെ ദാസിദാസന്മാരെയോ ഒന്നിനെയും ആഗ്രഹിക്കരുത്, അപഹരിക്കരുത്. വീണ്ടും അതിനെ ആവർത്തിച്ച് പറയുകയാണ്. കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, ഭവനത്തെ മോഹിക്കരുത്, നിലത്തെ മോഹിക്കരുത്, വേലക്കാരനെ മോഹിക്കരുത്, വേലക്കാരത്തെ മോഹിക്കരുത്, കാളയെ മോഹിക്കരുത്, കഴുതയെ മോഹിക്കരുത്. ഇങ്ങനെ പബ്ലിക് റിലേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേദപുസ്തകം പറയുന്നു. ഈ വിഷയത്തിലും ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. നമുക്ക് നമ്മെ തന്നെ കാണുവാനും ശുദ്ധീകരണം പ്രാപിക്കുവാനും ഈ വചനധ്യാനം ഉപകാരമായി ഭവിക്കട്ടെ. എല്ലാവരോടും സമാധാനം ആചരിക്കുക. പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ള പ്രയോഗമാണ് ഇത്. പഴയ നിയമത്തിലെ അമാലിയക്കരെ കൊന്നുകളയണം, ഫെലിസ്ത്യരെ കൊന്നുകളയണം, കനാന്യ ജാതികളായിട്ടുള്ള എല്ലാവരെയും നിർമൂലനാശം വരുത്തണം, ഒരെണ്ണത്തിനെ പോലും വെച്ചേക്കില്ല. ശൗലിന്റെ മേൽ വന്ന കുറ്റം അവനെ പൂർണ്ണമായിട്ട് നീക്കിക്കളയണമെന്ന് പറഞ്ഞ ചിലരെ നീക്കിക്കളയാതിരുന്നത് അവന്റെ ജീവിതത്തിൽ കുറ്റമായിട്ട് വന്നു. എന്നാൽ പുതിയ നിയമം നേരെ തിരിച്ചൊരാശയം, ഒരു സന്ദേശം വെക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരോടും ഇത് ഭയങ്കരമായ ഒരു ട്വിസ്റ്റാണ്. എല്ലാവരും ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 കന്യാസ്ത്രീകൾക്ക് നീതി ലഭിച്ചില്ല എന്ന വിഷയമാണ്. ആ എല്ലാവരും ആദരിക്കുന്ന ആ ഉടുപ്പ്, ആ കുപ്പായം ഇട്ടുകൊണ്ട് ആ സ്ത്രീകളെ ഇരുമ്പഴിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അതിനെതിരെ ശബ്ദമുയർത്തി. പാർലമെന്റിൽ വലിയ ഇടിനാദം മുഴങ്ങി. പക്ഷെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അത് NIA കോടതിയിലേക്ക് പോകുന്നു എന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ചില നാളുകൾക്ക് മുമ്പ് സ്വാൻ സ്വാമി എന്നറിയപ്പെടുന്ന ഒരു പുരോഹിതനെ ജയിലിൽ അടച്ചു. ഇതേ പോലെ അവിടെ അദ്ദേഹത്തെ കാണാൻ ചെന്ന ക്രിസ്തീയ സഹോദരങ്ങളോട് അച്ഛൻ വർത്തമാനം പറഞ്ഞപ്പോൾ അച്ഛൻ എന്തെങ്കിലും ഞങ്ങളെ മേടിച്ചു കൊണ്ടുവരണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട,
നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു സ്ട്രോ മേടിച്ചു തരണം. എന്തിനാ സ്ട്രോ? എന്തിനാ? കൈ വിറയ്ക്കുന്ന രോഗമാണ്. അപ്പൊ ഒരു കപ്പ് ജ്യൂസോ ചായയോ കിട്ടിയാൽ കയ്യിൽ ഇങ്ങനെ എടുത്ത് കുടിക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കും, താഴെ പോകും. അപ്പൊ എനിക്കൊരു സ്ട്രോ തരികയാണെങ്കിൽ എനിക്ക് അതിൽ കൂടെ വലിച്ചു കുടിക്കാം. നമ്മുടെ ദൈവമക്കൾ സ്ട്രോ മേടിച്ചു കൊടുത്തെങ്കിലും ആ സ്ട്രോ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അത്ര ക്രൂരമായ മനസ്സ് നമ്മുടെ രാജ്യത്തിന് വന്നല്ലോ. അത്ര ക്രൂരമായ മനസ്സ് ഈ രാജ്യത്തിന് വന്നല്ലോ. എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്ക് വന്നല്ലോ. ചിലർക്കല്ല. ഇപ്പത്തേണ്ട ചേരി തിരിഞ്ഞ് സംസാരിക്കുകയല്ലേ. കന്യാസ്ത്രീമാർ ചെയ്തത് തെറ്റാണ്, മനുഷ്യ കടത്താണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ സ്ത്രീകളൊക്കെ സാമൂഹ്യ സേവനം ചെയ്യുന്നവരാണ്. അവരൊക്കെ സാധുക്കളാണ്. അവര് ജീവിതം പോലും വേണ്ടെന്ന് വെച്ച്, കംഫർട്ട് സോൺ വിട്ട്, കുടുംബജീവിതം വേണ്ടെന്ന് വെച്ച്, നമ്മൾ പറയുന്ന ഗോസ്പൽ അല്ല അവര് പറയുന്നത്, പക്ഷെ അവര് ചാരിറ്റിയുടെ ഗോസ്പലാ പറയുന്നത്. അപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊരു നന്മയാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ജയിലിൽ കൊണ്ടുവന്നിട്ട് ഉപദ്രവിക്കുകയും ജാമ്യം കൊടുക്കാതിരിക്കുകയും FIR ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല. എന്നാൽ ഇത് വന്നപ്പോ മീഡിയ അറ്റൻഷൻ കിട്ടി. അപ്പോ അതിനകത്തൊരു നന്മയുണ്ട് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ക്രിസ്തീയ പീഡനം ഇന്ത്യയിൽ അതിശക്തമായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത്, സകല മനുഷ്യരോടും സമാധാനമാചരിക്കുക എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുന്നവരോട് പോലും പകയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കാതെ പ്രാർത്ഥിക്കണം എന്നതാണ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. ദൈവത്തിന് സ്തോത്രം. സകല മനുഷ്യരോടും, എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനമായിരിക്കാൻ പറ്റാത്ത ചിലരെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? എല്ലാവരോടും എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഭാഷ അതൊക്കെ പറയാൻ എളുപ്പം. അല്ലേ? പറയാൻ എളുപ്പം. എല്ലാവരോടും ഈ ക്ലാസ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനമാകാൻ പറ്റാത്ത മനുഷ്യരുടെ പേര് ഒരു കടലാസിൽ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ 3 മാസം കൂടുമ്പോൾ ഷുഗർ ലെവലൊക്കെ പരിശോധിക്കുക. അതുപോലെ നമുക്ക് സമാധാനമാകാൻ പറ്റാത്ത മനുഷ്യരുടെ പേരുകൾ ഒരു സൈഡിൽ എഴുതി വെച്ചിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലത്. ഇതേ കാര്യം റോമർ 12 പറയും. റോമർ 12:14 മുതൽ നമുക്ക് നോക്കാം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, സന്തോഷിക്കും. അപ്പോ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയരാൻ എൻ്റെ ദൈവമേ എനിക്ക് കൃപ തരണേ നമുക്ക് പ്രാർത്ഥിക്കാം. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാം അല്ലേ? എങ്ങനെ കഴിയും? അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. കർത്താവേ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരേണമേ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൂടി. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളെ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഇതാണ് 18-ാം വാക്യം. ഈ 18-ാം വാക്യവും എബ്രായർ 12:14 ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു. സ്തോത്ര 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 സ്തോത്രം. സകല മനുഷ്യരോട് കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട്. അപ്പോ ഇവിടെ ഒരു ചെറിയ വിട്ടുവീഴ്ച ആ വാക്യത്തിൽ കാണുന്നുണ്ട്. ഒരു സമാധാനം കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട്. എല്ലാരോടും പറ്റുകയില്ലെന്നൊരു സൂചന അതിനകത്തുണ്ട്. ഒരാശ്വാസം കിട്ടുമല്ലോ അത് കേൾക്കും. കഴിയുമെങ്കിൽ എന്ന പ്രയോഗം കണ്ടു. ബൈബിളിലെ ഒരു കൽപ്പനയ്ക്കും അങ്ങനെ പ്രമാണമില്ല. കഴിയണം എന്നാണ്. പക്ഷെ ഇത് ഇച്ചിരി ഒരു ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ഈ ഷുഗറുകാര് ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് ചായ കുടിച്ചോളാൻ പറയുന്ന പോലെയുള്ള ഒരു ചെറിയ വിട്ടുവീഴ്ച. കഴിയുമെങ്കിൽ എന്നോർത്ത് കഴിയേലെന്നും പറഞ്ഞ് എല്ലാ കേസ് കെട്ടും ഒഴിവാക്കരുത്. അയ്യോ, അതൊന്നും കഴിയേല, അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല, പോയി പണി നോക്കാൻ പറ. ആ ഒരു മനോഭാവം നല്ലതല്ല. എന്നാൽ ഒട്ടും പറ്റാത്ത കേസ് കർത്താവിനോട് പറ, കർത്താവേ അത് എന്നെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ കർത്താവ് പതുക്കെ ചോദിക്കും, നീ ട്രൈ ചെയ്തായിരുന്നോ? ഉവ്വ, ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. സോറി കർത്താവേ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ സത്യസന്ധമായി പറയാവുന്നതുണ്ടെങ്കിൽ അതിനൊരു ആശ്വാസമാണ് റോമർ 12:18. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. കഴിയുമെങ്കിൽ. അപ്പോ ചില കേസുകൾ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കർത്താവിനോട് പറയണം, സ്തോത്രം, എനിക്കത് കഴിയുന്നില്ലല്ലോ കർത്താവേ, സ്തോത്ര 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 സ്തോത്രം, എനിക്കത് കഴിയുന്നില്ലല്ലോ, എനിക്കതിനും കൂടെ കൃപ തരണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ കഴിയേലെന്നോർത്ത് സ്വാഭാവികമായ നമ്മുടെ തനി നിറം, ആദാമ്യ സ്വഭാവം എടുക്കരുത്. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. അപ്പൊ 19-ാം വാക്യം എന്താ നമ്മളോട് പറയുന്നത്? റോമർ 12:19. നമുക്ക് സമാധാനമായിരിക്കാൻ കഴിയാത്ത വ്യക്തികളോട് നമുക്ക് പ്രതികാരം ചെയ്യാൻ തോന്നും, അല്ലേ? നമുക്ക് സമാധാനമായിരിക്കാൻ പറ്റാത്ത വ്യക്തികളോട് പ്രതികാരം ചെയ്യാൻ തോന്നും. പക്ഷേ അത് അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ദൈവകോപത്തിന് ഇടം കൊടുക്കുകയും പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചു. അതുകൊണ്ട് പകരം വീട്ടാൻ നമുക്ക് അനുവാദമില്ല. മറിച്ച് നിന്റെ ശത്രുവിനെ വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. പ്രതികാരമല്ല ചെയ്യേണ്ടത്, ഉപകാരമാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, പ്രതികാരമല്ല ഉപകാരമാണ് ചെയ്യേണ്ടത്.
അവസരം കാത്തിരിക്കുക. പ്രതികാരം അല്ല, ഉപകാരമാണ് ചെയ്യേണ്ടത്. പ്രതികാരമല്ല, ഉപകാരമാണ് ചെയ്യേണ്ടത്. ഒരവസരം കാത്തിരിക്കണം. ദൈവമേ, എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച ആ ആൾക്ക് ഒരു ഉപകാരം ചെയ്യാനായിട്ട് ഒരവസരം എനിക്ക് തരണമേ. ഒരു നന്മ ചെയ്യാൻ ഒരവസരം എനിക്ക് തരണമേ. നിന്നെ ബുദ്ധിമുട്ടിച്ചവന് നീ ഭക്ഷണം കൊടുക്കുക. നിന്നെ വല്ലാതെ വേദനിപ്പിച്ചവന് നീ ഒരു ഓറഞ്ച് ജ്യൂസ് മേടിച്ച് കൊടുക്കുക. അരിഷ്ടത്തിനകത്ത് വിഷം ചേർത്ത ഒരു സഹോദരി കൊടുത്തല്ലോ, അല്ലേ? അപ്പൊ ശത്രുവിന് കുടിക്കാൻ കൊടുത്തതാണത്. അത്രത്തോളം പകയും അത്രത്തോളം ദുഷ്ടതയും അകത്ത് കയറിയിട്ട് ചെയ്തതാണ് അതൊക്കെ. ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരായി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ, പ്രതികാരത്തിന് പകരം ഉപകാരം ചെയ്യാൻ നമുക്കിന്ന് രാവിലെ സമർപ്പിക്കാം. റോമർ 12 അവസാനിപ്പിക്കുന്നത് അങ്ങനെ തിന്മയോട് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. റോമർ 12 ആരംഭിക്കുന്നത് ആരാധനയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. റോമർ 12 അവസാനിപ്പിക്കുന്നത് ജയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. റോമർ 12 1, 2 നമ്മൾ സാധാരണ വായിക്കുകയും അതിനുവേണ്ടി ആരാധനയെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ആരാധന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിന്മയോട് തോൽക്കരുത്, നന്മയാൽ തിന്മയെ ജയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. നമുക്ക് ഈ ഭാഗം വിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരു നിമിഷം പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, ഈ വചനപ്രകാരം ഒരു ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കും. എല്ലാവരോടും ഞങ്ങൾക്കത് പറ്റുന്നില്ലല്ലോ. എല്ലാവരോടും സമാധാനമായിരിക്കാൻ, സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ കഴിയുമെങ്കിൽ ഉത്സാഹിപ്പീൻ എന്നീ വചനങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫാമിലിയിലും ബന്ധങ്ങളിലും ചർച്ചിലും പുറത്തുമുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം പോലും സഹകരിച്ചു പോകാൻ മേലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ കൃപയും കരുണയും ഈ വിഷയത്തിൽ ചൊരിയണമേ. ഞങ്ങളുടെ ക്രിസ്തീയ സഹോദരങ്ങൾ തമ്മിൽ അകന്നു പോകരുതേ. ഫാമിലിക്കകത്ത് അകൽച്ചകൾ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. സഭയ്ക്കകത്ത് ഭിന്നതകൾ വർദ്ധിച്ചിട്ട് 2 ഗ്രൂപ്പാകുന്നു, 3 ഗ്രൂപ്പാകുന്നു, പിരിഞ്ഞു പോകുന്നു, കോടതികളിൽ കയറി ഇറങ്ങുന്നു. ഇങ്ങനെ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നല്ലോ ക്രിസ്തീയ സഭ. കക്ഷി വഴക്കും സഭാ തർക്കങ്ങളുമായിട്ട് കോടതി വരാന്തയിൽ ക്രിസ്തീയ ലീഡേഴ്സ് കയറി ഇറങ്ങുന്നല്ലോ. തമ്മിലുള്ള ബന്ധത്തിലൂടെ ലഭിക്കുന്ന ശുദ്ധീകരണം എന്ന വിഷയത്തിൽ ആഗോള ക്രൈസ്തവ സഭയിൽ
കനത്ത പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വചനം പ്രായോഗികമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് അതിനുള്ള കൃപ തന്ന് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അത് പറഞ്ഞിട്ട് പറയുകയാണ്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നിന്റെ മുൻപിലേക്കൊരു വലിയ വെല്ലുവിളി കൊണ്ടുവന്ന് വെക്കുകയാണ്. നിനക്ക് അവനോട് പൊറുക്കാനും അവനെ സ്നേഹിക്കാനും കഴിയുന്നില്ലെങ്കിൽ നീ ഓർത്തുകൊള്ളുക, കർത്താവിനെ കാണാൻ കഴിയുകയില്ല. നിന്റെ മനസ്സിൽ പകയും പിണക്കവും കയ്പും വെച്ചുകൊണ്ടിരുന്നിട്ട് നിനക്ക് കർത്താവിനെ കാണാൻ കഴിയുകയില്ല. ഉറക്കെ കൈകൊട്ടി, ഉറക്കെ മറുഭാഷ പറഞ്ഞു, ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു, ഉറക്കെ വചനം പറഞ്ഞു. അതെല്ലാം നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. പക്ഷെ പിണക്കവും പകയും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിനക്ക് കർത്താവിനെ കാണാൻ കഴിയുകയില്ല. വീണ്ടും വീണ്ടും കൈയടിച്ചത് കൊണ്ട് കാര്യമില്ല. പരിഹരിക്കേണ്ട വിഷയങ്ങളെ പരിഹരിച്ച് അനുദിനം നമുക്ക് മുന്നേറാം. നമ്മുടെ ആയുസ്സിന്റെ ദിനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ സമാധാനമായിരിക്കാൻ നമ്മെ വെല്ലുവിളിക്കുകയാണ്. നിന്റെ മുമ്പിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, നീ വിട്ടുവീഴ്ച ചെയ്യുക, നീ തോറ്റു കൊടുക്കുക, നീ പൊട്ടനാകുക. അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവിനെ കാണാൻ കഴിയത്തില്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആരോടെങ്കിലും ക്ഷമിക്കാൻ മേലാതെ വിഷമിക്കുന്നെങ്കിൽ കർത്താവിനോട് പറഞ്ഞ ആ വിഷയത്തിൽ ഒരു കൃപ ചോദിക്കണം, ഒരു കൃപ ചോദിക്കണം. സ്തോത്രം. എത്രയോ വിഷയങ്ങൾ തീരാതെ കിടക്കും. ഒരു സഭാ നേതാവ് എന്നോട് പറഞ്ഞത്, ഞാൻ ഇതിന്റെ ലീഡർഷിപ്പിൽ വന്നത് നിമിത്തം 64 കേസിലാണ് ഞാൻ കോടതി ഹാജരാകേണ്ടത്. 64 കേസ്. ഒന്നും എന്റെ വ്യക്തിപരമല്ല, ഒന്നും ക്രിമിനൽ അല്ല, ഒന്നും വ്യക്തിപരമല്ല, ഒന്നും ക്രിമിനലുമല്ല. ചർച്ചിന്റെ ലീഡർ ആയതുകൊണ്ട് 64 കേസുകൾക്ക് ഞാൻ ഹാജരാകണം. ഞാൻ പോകുന്നില്ല, വക്കീലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പറയും, ഓ എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ വലിയ സഭയായിട്ടൊക്കെ നിൽക്കുന്നത്? അതൊക്കെ ശരിയാണ്. 12 പേരുള്ള കർത്താവിന്റെ സഭയിൽ ഒരാള് യൂദയായിരുന്നു എന്നത് മറക്കരുത്. അപ്പൊ 12-ൽ 1 വെച്ച് കൂട്ടിയാ മതി. അപ്പൊ അത് 10,000 ആവുമ്പോ എത്രയുണ്ടെന്ന് നോക്കുക. ഒരല്പം പൈസയ്ക്ക് വേണ്ടി കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ മനസ്സുള്ള ഒരു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്ററെ ഒറ്റിക്കൊടുക്കാൻ എന്നാ വിഷമം? പാസ്റ്റർക്കെതിരെ കേസ് കൊടുക്കാൻ എന്നാ വിഷമം? കർത്താവിനെ അല്പം ചില്ലറയ്ക്ക് വേണ്ടി വിറ്റുകളഞ്ഞവർക്ക് നമ്മളോടൊക്കെ എന്ത് വേണേലും ചെയ്യാമല്ലോ, അല്ലേ? അപ്പൊ ഇങ്ങനെ ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന ശുദ്ധീകരണം, ഇതാണ് നമ്മുടെ ഈ വിഷയത്തിലെ ഒടുവിലത്തെ ചിന്ത. ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന ശുദ്ധീകരണം വചനത്താൽ ലഭിക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ലഭിക്കുന്നു, ഏറ്റുപറച്ചിലൂടെ ലഭിക്കുന്നു, പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു. തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ശുദ്ധീകരണം ലഭിക്കുന്നു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ആകുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും അധികം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രാപിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. വാക്യം 15, 16. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും
ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ആമേൻ. ഇവിടെ നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്നത് തെറ്റായ മാതൃകകൾ എന്ന ഒരു ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആരും കലക്കം ഉണ്ടാക്കാൻ ഇടവരരുത്. ആരും ദുർനടപ്പുകാരൻ ആകരുത്. ആരും ഏശാവിനെ പോലെ അഭക്തൻ ആകരുത്. ഇതൊരു വിശുദ്ധ സമൂഹമാണ്. ഇതൊരു വേർപെട്ട സമൂഹമാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഇവിടെ ഒരു ഏശാവിനെ മുമ്പിൽ കൊണ്ടുവരുന്നു, പേര് പറഞ്ഞിരിക്കുന്നു. യൂദ വേറെ കുറെ പേരുടെ പേര് പറയും. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ കുറെ പേരുടെ പേര് പറയുന്നുണ്ട്. ഇതെല്ലാം എന്തിന് എന്ന് ചോദിച്ചാൽ, ഈ ആളുകൾ നമ്മുടെ മുമ്പിൽ തെറ്റായ മാതൃകയാണ് വെച്ചു പോയിരിക്കുന്നത്. യൂദയുടെ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ, കായീന്റെ വഴിയിൽ നടക്കുന്നവർ, ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചവർ, കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോയവർ, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. നിങ്ങളോട് ഇരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവരാണ്. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളാണ്. ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരുചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ പോലെയാണ്. ഭയങ്കര സാഹിത്യങ്ങളാണ് യൂദ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കതിൽ നിന്ന് എബ്രായ ലേഖനത്തിൽ ഒരു ഏശാവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ആളോട് ഒരു തരുന്ന സൂചന ഇതാണ്: തെറ്റായ മാതൃകകൾ ഉണ്ട്, ശരിയായ മാതൃകയുമുണ്ട്. ഇയ്യോബിനെ പോലെ പരീക്ഷ സഹിക്കുവീൻ എന്ന് പറയുന്നു. അപ്പൊ ഇയ്യോബ് ഒരു മാതൃകയാണ്. അബ്രഹാമിന്റെ ഭാര്യ സാറയെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെയല്ലോ വിശുദ്ധ സ്ത്രീകൾ എന്ന് പറയുന്നു. അപ്പൊ സാറാമ്മ ഒരു മാതൃകയാണ്, അബ്രഹാം ഒരു മാതൃകയാണ്, ഇയ്യോബ് ഒരു മാതൃകയാണ്. എന്നാൽ ആത്യന്തികമായ മാതൃക യേശുക്രിസ്തു മാത്രമാണ്. എബ്രായർ 11-നകത്ത് 20ഓളം വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞയച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞ് 12-ാം അധ്യായം ആരംഭിക്കുന്നു. അപ്പൊ നല്ല നല്ല മാതൃകകൾ വെച്ചേച്ചു പോയവരുടെ ഒരു ലിസ്റ്റാണ് എബ്രായർ 11. എന്നാൽ അവരെയൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അവരുടെ ഈ ജീവിതത്തിൽ കുറവുകളുണ്ട്. എന്നാൽ തെറ്റായ മാതൃക വെക്കാത്ത മനുഷ്യരുടെ പേരാണ് എബ്രായർ 11 കൊടുത്തിരിക്കുന്നത്. തെറ്റായ മാതൃക വെച്ചവരുടെ പേരാണ് എബ്രായർ 12 ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ആശയം വ്യക്തമായല്ലോ. തെറ്റായ മാതൃക വെക്കാത്ത മനുഷ്യരുടെ പേരുകൾ 11-ാം അധ്യായത്തിൽ, തെറ്റായ മാതൃക വെച്ചേച്ചു പോയവരുടെ പേരുകൾ 12-ാം അധ്യായത്തിൽ. അതിന് പോരായ്മ ഉള്ളത് യൂദായും ഇട്ടിട്ടുണ്ട്, പത്രോസും ഇട്ടിട്ടുണ്ട്.
നോക്കൂ ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടല്ലോ. കായീൻ, ബിലെയാം, കോരഹ്, ദാദാൻ, അബീരാം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് റോങ് മോഡൽ, തെറ്റായ മാതൃകയാണ്. ലോത്തിന്റെ ഭാര്യ, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയും തെറ്റായ മാതൃകയാണ്. ലോത്ത് തെറ്റായ മാതൃകയാണ്. യൂദ തെറ്റായ മാതൃകയാണ്. ഇങ്ങനെ ഒത്തിരി പേരെ അനുകരിക്കരുത് എന്ന് പറയത്തക്കവണ്ണം മാതൃകയാക്കി വെച്ചിട്ടുണ്ട്. അവരെ പറ്റി യൂദ ഒരു ശക്തമായ വെളിപ്പാട് തരുന്നുണ്ട്. അതിതാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾ, സ്തോത്രം സ്തോത്രം, നിങ്ങളുടെ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാകുന്നു. സദ്യക്കകത്ത് പാറ കിടക്കുമോ? അപ്പൊ അത് തർജ്ജിമയിൽ വരുന്ന പ്രശ്നങ്ങളായതൊക്കെ. ചോറിനകത്തെ കല്ലെന്ന് മാത്രം ഓർത്താൽ വലിയ പാറ സദ്യക്കകത്ത് കിടക്കുന്നു എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. തർജ്ജിമയുടെ പ്രശ്നം. ഈ പറയുന്ന കായിന്, ഈ പറയുന്ന ബിലെയാമ്, യേശാവ്, ഇവരെല്ലാം ചോറിനകത്തെ കല്ല് പോലെയാണ്. സ്നേഹസദ്യയിൽ മറഞ്ഞു കിടക്കുന്ന പാറ എന്ന തർജ്ജിമയ്ക്ക് മനസ്സിൽ ഇങ്ങനെ വായിക്കണം: ചോറിനകത്തെ കല്ല്. ഈ കല്ല് എപ്പോഴാ ഇട്ടത്? വിളമ്പാൻ നേരത്ത് ഇട്ടതാണോ? അല്ല, അരിക്കകത്ത് ഉണ്ടായിരുന്നതാണ്. പഴയ അമ്മച്ചിമാർക്ക് ഇത് കഴുകുമ്പോൾ ഈ കല്ല് കളയാനുള്ള ടെക്നിക്ക് അറിയാൻ. ഇപ്പോഴത്തെ സഹോദരിമാർക്ക് അത്രയ്ക്കുള്ള ഐഡിയ ഒന്നുമില്ല. അത് അങ്ങനെ തന്നെ അങ്ങോട്ട് വേവിക്കും. അങ്ങനെ ഇട്ട് വേവിച്ച് വരുമ്പോ ഈ കല്ല് ഇതിന്റെ കൂടെ കിടന്ന് തിളച്ച് മറിഞ്ഞ് ചില സമയത്ത് മുകളിൽ വരെ കയറി മറിയും, അല്ലേ? നന്നായിട്ട് തിളയ്ക്കുമ്പോ അടിയിന്ന് കല്ലിങ്ങനെ പൊങ്ങി മറിയും. ഇങ്ങനെ ഉണർവ് യോഗം നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചാടി മറിയുന്ന കാണുമ്പോ നമ്മുടെ വിചാരം വെന്തതാണ്. പക്ഷെ വെന്തിട്ടില്ല. എടുത്ത് വായിലോട്ട് വെക്കുമ്പോഴാണ് വിവരം അറിയുന്നത് പല്ല് പൊടിഞ്ഞു പോകും. ഒരു മാറ്റവും വന്നിട്ടില്ല. തിളച്ചു മറിഞ്ഞതാ. സകല കാത്തിരിപ്പിയോതിരും തിളച്ചു മറിയും. പക്ഷെ വേകുന്നില്ല, അകത്ത് കയറുന്നില്ല. അകത്ത് വെള്ളവും കയറുന്നില്ല, തീയും കയറുന്നില്ല. ഇങ്ങനത്തെ ഒരു സഭയിലുണ്ടോ? ഇഷ്ടം പോലെയുണ്ടല്ലേ. വേകുന്നില്ല. നല്ല അതിശക്തമായ വചനമാ ചെല്ലുന്നത്. എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയല്ലേ. പക്ഷെ ഈ കല്ല് പൊട്ടുന്നില്ല. ഇത് ചെന്ന് അടിച്ചിട്ട് വചനം പൊട്ടിപ്പോവുക. അകത്ത് കയറുന്നില്ല. വചനം എന്നാ വചനമാ! ഓ, പക്ഷെ സംഗതി പാറയിൽ പൊട്ടൽ പോലും വീഴുന്നില്ല. വെള്ളം കയറുന്നില്ല, വേകുന്നില്ല, നുറുങ്ങുന്നില്ല, തകരുന്നില്ല. സ്നേഹസദ്യയിലെ കല്ലുകൾ. അവരാണ് ഇവരൊക്കെ, ഈ പറയുന്ന കഥാപാത്രങ്ങൾ. ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ചിരുന്നവർ, ഒരുമിച്ച് പ്രാർത്ഥിച്ചവർ, ഒരുമിച്ച് പാടിയവർ, ഒരുമിച്ച് ആരാധിച്ചവർ. പക്ഷെ ചിലര് ഒന്നും അകത്ത് കയറാത്തവർ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ കൂടാതെ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടതാണ്. അപ്പൊ സകല മനുഷ്യരോട് സമാധാനം ആചരിക്കണം എന്ന് പറഞ്ഞ ശേഷം പറയുകയാണ്, എന്നോർത്ത് അവരെ പോലെ ആകാൻ നോക്കരുത്. സകല മനുഷ്യരോട് സമാധാനം ആചരിക്കണം, പക്ഷെ ഏശാവിനെ പോലെ ആകരുത്, കായിനെ പോലെ ആകരുത്.
ബിലിയാമിനെ പോലെ ആകരുത്. അവരോടൊക്കെ സമാധാനം ആചരിക്കാൻ പോയിച്ച് അവരെ പോലെ ആകരുത്. അകലം പാലിക്കേണ്ട ക്യാരക്ടേഴ്സിനോട് അകലം പാലിക്കണം. അകലം പാലിക്കേണ്ട വ്യക്തികളോട് അകലം പാലിക്കണം. പക്ഷെ പിണക്കം സൂക്ഷിക്കേണ്ട, വൈരാഗ്യം സൂക്ഷിക്കേണ്ട, പക്ഷെ അകലം പാലിക്കണം. അവിടെയാണ് വേർപാട് എന്ന ഉപദേശം വരുന്നത്. ശുദ്ധീകരണം പ്രാപിക്കുക എന്നത് 14-ാം വാക്യത്തിൽ പറഞ്ഞെങ്കിൽ 15-ഉം 16-ഉം 17-ഉം വാക്യത്തിൽ വേർപാട് എന്ന വിഷയം വരികയാണ്. ആരംഭകാലങ്ങളിൽ ഈ രണ്ട് കാര്യം എപ്പോഴും പറയുമായിരുന്നു: വിശുദ്ധിയും വേർപാടും, വിശുദ്ധിയും വേർപാടും. അപ്പോ വേർപെടുക എന്ന കാര്യമാണ് 15, 16, 17 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും സമാധാനം ആചരിക്കണം, പക്ഷെ എല്ലാവരുടെയും സ്വഭാവം നമുക്ക് പകർത്താൻ ഒക്കത്തില്ല. അവര് നന്നാകുന്നില്ലെന്നോർത്ത് എനിക്ക് നശിക്കാൻ പറ്റുമോ? ഒന്നുകൂടെ പറയാം. അവർ നന്നാകുന്നില്ലെന്നോർത്ത് എനിക്ക് നശിക്കാൻ പറ്റുമോ? ഒരു നാളുമില്ല. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, ചെയ്തോട്ടെ. നീ ആ കൂട്ടത്തിൽ കൂടരുത്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. നമുക്ക് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ഈ വചനങ്ങൾ അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. കർത്താവിന്റെ ദാസനിൽ കൂടെ പല ദിവസങ്ങളായിട്ട്